നമസ്കാരം. മോണിറ്റൈസേഷൻ സംബന്ധമായിട്ട് കുറേ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് ചെറുതായിട്ട് പറയാം. നമ്മൾ എല്ലാവർക്കും തെറ്റും. എന്താ കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ നമ്മൾ ഫില്ല് ചെയ്യുന്നത് വളരെ ശ്രദ്ധയോട് കൂടി ഫില്ല് ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ പ്രൊഫഷണൽ ഡാഷ്ബോർഡിലേക്ക് മാറ്റുമ്പോൾ തന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് ആയിരിക്കണം. അതായത് നമ്മുടെ ഡോക്യുമെൻറ്റ്സിലുള്ള ഡേറ്റ് ഓഫ് ബർത്ത് മാത്രമേ അതിൽ കൊടുക്കാവൂ. അല്ലെങ്കിൽ പിന്നെ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ആക്കി കഴിയുമ്പം നമുക്കിത് ചേഞ്ച് ചെയ്യാൻ ഭയങ്കര പാടാണ്. രണ്ടാമത് നമ്മൾ ആഡ് അക്കൗണ്ട് കൊടുക്കുമ്പോൾ പാൻ കാർഡിലുള്ളതും ബാങ്ക് അക്കൗണ്ടിലുള്ളതും സെയിം പേരും സെയിം അഡ്രസ്സും ആയിരിക്കണം. ഇനി അങ്ങനെയൊന്നും ആർക്കും ഇല്ലെങ്കിൽ വേഗം പോയി അത് ശരിയാക്കൂ. ഒന്നിൽ പാൻ കാർഡിലുള്ളത് പോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് തുറക്കൂ. അല്ലെങ്കിൽ അതാണ് ബെറ്റർ, എളുപ്പം. അല്ലെങ്കിൽ പാൻ കാർഡ് ചേഞ്ച് ചെയ്യാൻ കൊടുത്താൽ ഒത്തിരി താമസിക്കും. പിന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വന്ന് കിടപ്പുണ്ടായിരിക്കും, നിങ്ങളുടെ ഇത്ര ഡോളർ ഈ തീയതിയിൽ എക്സ്പയർ ആകും, അതിനു മുമ്പ് നിങ്ങളുടെ അക്കൗണ്ട് ആഡ് ചെയ്യാൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത് സ്റ്റാർ എന്ന് പറയുന്ന ഓപ്ഷനിൽ സെറ്റപ്പ് അക്കൗണ്ട് എന്ന് വന്ന് കിടക്കും. ഇത് രണ്ടും നോക്കിയിട്ട് വേണം ആഡ് ചെയ്യാൻ. ഇത് ഞാൻ ഓരോരോ വീഡിയോ ഇട്ടിടാം, എനിക്ക് സമയം കിട്ടുന്ന അനുസരിച്ച്. നമുക്ക് ഈ ബിസിനസ്സും കൂടെ ഉള്ള നിമിത്തം അത്ര സമയം കിട്ടാറില്ല, അതാണ് മെയിൻ പ്രശ്നം. അപ്പം പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ അഡ്രസ്സ് കൊടുക്കുമ്പം ഇന്നലെ ഒരു കുട്ടിയുടെ അഡ്രസ്സ് ഒത്തിരി താമസിച്ചു അത് ശരിയാവാൻ. കാരണം രണ്ടാമത് ഞാൻ പറഞ്ഞു ഡോക്യുമെൻറ്റ്സ് എല്ലാം അടുത്ത് വെച്ച് ഒന്നുകൂടെ ചെക്ക് ചെയ്യുമെന്ന് പറഞ്ഞതിന് ശേഷം മാത്രമാണ് അത് ശരിയായത്. അപ്പം അഡ്രസ്സ് കൊടുക്കുമ്പോൾ ഒരു പോയിന്റ് പോലും, മീൻസ് ഒരു കുത്തോ കോമ പോലും വന്നു കഴിഞ്ഞാൽ അത് ശരിയാവില്ല. അപ്പം ചിലർ പറയുന്നുണ്ടല്ലോ എനിക്ക് ബാങ്ക് അക്കൗണ്ട് കൊടുത്തപ്പോൾ ശരിയായില്ല, പിന്നെ പേ അക്കൗണ്ട് കൊടുത്തപ്പോൾ ശരിയായിരുന്നു. അതിൻ്റെ കാരണം അഡ്രസ്സിലുണ്ടാവുന്ന തെറ്റുകളാണ്, അഡ്രസ്സുണ്ടാകുന്ന തെറ്റുകളാണ് അത് വരുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒട്ടും ഗ്യാപ്പില്ലാതെ ക്യാപിറ്റൽ ലെറ്ററിലാണ് പാൻ കാർഡിൽ പേരെങ്കിൽ നമ്മൾ അതിലും ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കുക. ബാങ്ക് അക്കൗണ്ടിലെ അഡ്രസ്സും പാൻ കാർഡിലെ അഡ്രസ്സും സെയിമാ നോക്കുക, അതുപോലെ കൊടുക്കുക. ബാങ്ക് അക്കൗണ്ട് ആ പേരിലില്ലെങ്കിൽ ആ പേരിൽ പോയി ബാങ്ക് അക്കൗണ്ട് എടുക്കുക. ഇത് ചെയ്യേണ്ടത് എപ്പോഴാണെന്ന് വെച്ചാൽ, സ്റ്റാറിൽ സെറ്റപ്പ് അക്കൗണ്ട് ഒന്ന് വന്ന് കിടക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷനിൽ കിടക്കുന്നുണ്ടാവും. അടുത്ത വീഡിയോയിൽ ബാക്കി കാര്യങ്ങൾ പറയാം. താങ്ക്